ജോസഫ് ജോർജ്, ഞാൻ ചോദിച്ചത് ഈ താങ്കൾ ഭൂലോക അഴിമതിക്കാരനാണ്, താങ്കൾ പോയ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നക്കാരനാണ്, താങ്കൾ അഴിമതിക്കാരനാണ്, താങ്കൾ രാവിലെ 7 മണിക്ക് ഓഫീസിൽ വരും, വൈകിട്ട് 7 മണി വരെ ഓഫീസിലുണ്ടാകും, അതൊക്കെ 10 പൈസ കിട്ടുമോ എന്നുള്ള നോട്ടമാണ്. അങ്ങനെ താങ്കൾ മൊത്തത്തിലൊരു പ്രശ്നക്കാരനാണോ ശ്രീ ജോസഫ് ജോർജ്? ഹാഷ്മി, ആ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത്, ഇവിടെ താങ്കൾ അഴിമതിക്കാരനാണ്, താങ്കൾ ആഗോള കൈക്കൂലിക്കാരനാണ്, താങ്കൾ രാവിലെ 7 മണി ഓഫീസിൽ വരും, വൈകിട്ട് 7 മണി വരെ ഓഫീസിലുണ്ടാകും, അതൊക്കെ 10 പൈസ കിട്ടുമെന്നുള്ള നോട്ടമാണ്. താങ്കൾ ഏനാദിമംഗലത്തുണ്ടായിരുന്നു, താങ്കൾ അതിന് അങ്ങാടിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരൻ്റെ ഭാഗമായിട്ടാണോ സഞ്ജുവുമായുള്ള ഏറ്റുമുട്ടൽ ശ്രീ ജോസഫ് ജോർജ്? ഹാഷ്മി, ഞാൻ ഇപ്പം സഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. സഞ്ജു പറഞ്ഞതിനകത്ത് അതായത് ഞാൻ ഒരു തരത്തിലും പ്രകോപിതനായിട്ടുള്ള രീതിയിലല്ല സംസാരിച്ചത്. നമ്മളുടെ ഒരു കുടിശ്ശിക കക്ഷി, ആ കുടിശ്ശിക കക്ഷിക്ക് കൊടുത്ത നോട്ടീസ് പ്രകാരം പുള്ളി ഒരു 3 വർഷത്തിനകത്ത് ഈ പൈസ അടച്ചില്ല. അങ്ങനെയുള്ള ഒരു കക്ഷിയോട് ഒരു വില്ലേജ് ഓഫീസർ സംസാരിക്കുന്ന ഒരു രീതി, സഞ്ജു ഇനി നമുക്ക് ഇത് അടയ്ക്കാം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ കഴിയില്ല സഞ്ജു, അതുകൊണ്ട് നാളെ അടയ്ക്കണം എന്നുള്ള ഒരേ ഒരു മീനിങ്ങിൽ മാത്രമേ പറഞ്ഞു. ഒരു തരത്തിൽ അവിടെ ഒരു പ്രകോപനം വന്നിട്ടില്ല. അതിനുശേഷം സഞ്ജു അടച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റേതായ രീതിയിൽ വില്ലേജ് രീതിയിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അല്ല ജോസഫ് ജോർജ്, സഞ്ജു പറയുന്നത് അത് 4 മിനിറ്റോളം ഉണ്ടായിരുന്നു. 4 മിനിറ്റിൽ ഒരിക്കലും സഞ്ജു പറയുന്നതല്ല. നമ്മളെ സംസാരിച്ച ആ ക്ലിപ്പിംഗ് അത്ര മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. ഞാൻ ഒരു എഡിറ്റിംഗിന്, അതായത് ഉച്ചയ്ക്ക് 1 മണി 1:30 മണി സമയത്ത് ജനങ്ങളും നമ്മുടെ വില്ലേജ് ഓഫീസർ സ്റ്റാഫുകളും എല്ലാം നിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു വിഷയം, അവരുടെ മുൻപിൽ വെച്ച് ഈ വിഷയം സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ മേലുദ്യോഗസ്ഥർക്ക് ഈ കാര്യം അയച്ചു കൊടുക്കുന്നു. അവിടെ എഡിറ്റിങ്ങിന് ഒന്നിനും എനിക്ക് സമയമില്ല, നേരമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ നമ്മൾ കേൾക്കാത്ത എന്തൊക്കെ ഉണ്ട്, അതിൽ പ്രൊവോക്കേഷൻ തുടങ്ങി വെക്കുന്ന താങ്കളാണ്. അതിനുശേഷമാണ് താങ്കളോട് നാടെവിടെയാ എന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ ജോസഫ് ജോർജ്, ഇപ്പം നാടെവിടെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് താങ്കൾ ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് എന്ന ഒരു പ്രൊവോക്കേറ്റീവ് വർത്താനം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ജോസഫ് ജോർജ്? കാശ്മീർ മുൻപുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, ഈ പ്രായത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ട്. അന്നേരത്തെ എന്റെ മാനസികാവസ്ഥ വെച്ച് ദൈവമേ എന്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ആപത്തോ അനർത്ഥം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രമാണ് ഞാനത് അങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിച്ചത്. അല്ലാതെ സഞ്ജുവിനോടുള്ള ബഹുമാനക്കുറവുകൊണ്ടോ അല്ലെ സഞ്ജുവിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടോ ഒന്നും അല്ല. അന്നേരം നമ്മൾ ഈ ഒരു പ്രൊവോക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത്. ശ്രീ ജോസഫ് ജോർജ്, ഒരുപക്ഷെ താങ്കൾക്ക് ഇത് ആദ്യമായ അനുഭവം. ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ വരുന്ന മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ഇറച്ചി മണ്ണ് വെറ്റും, വെട്ടിക്കൊല്ലും, കൊന്ന്, എത്ര മെസ്സേജൊക്കെ വരുന്ന കോൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ വെട്ടാനും കുത്താനൊന്നും പറയുന്നതല്ല എന്നൊരു ബോധ്യം താങ്കൾക്ക് ഇപ്പോഴുണ്ടോ? താങ്കൾക്ക് ഇത് ആദ്യത്തെ അനുഭവമായുണ്ടാവും ശ്രീ ജോസഫ് ജോർജ്, അങ്ങനെ ഒരു ഭയം ഉണ്ടാവും. തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസിൽ വന്നിട്ട് പലരും വന്ന് ബഹളം ഉണ്ടാക്കാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. നമ്മൾ അതിനെ ആ ഒരു സെൻസിൽ മാത്രമേ എടുക്കാറുള്ളൂ കാശ്മീർ, ആ ഒരു സെൻസിൽ എടുക്കാറുള്ളൂ. കാര്യം അവരുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന അവരുടെ ആ ദേഷ്യം കൊണ്ട് അവർ പറയുന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ സഞ്ജുവിനെതിരെ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തത്. നമ്മൾ ആ സെൻസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ അതിനെ തുടർന്ന് വീണ്ടും ഇതുപോലെ ഭീഷണി കോളുകൾ വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്, നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ കാരണമാണ്. അത് എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തി. ഇപ്പോഴും ഭീഷണി കോളുകൾ വരുന്നുണ്ടോ ശ്രീ ജോസഫ് ജോർജ്? പലയിടത്തുനിന്നും വരുന്നുണ്ട്. എറണാകുളത്തുനിന്നും കോട്ടയത്തുനിന്നും അവിടുന്ന് ഒക്കെ വരുന്നുണ്ട്. എന്തിനാ പാർട്ടിയുടെ നെഞ്ചത്ത് ആണി അടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിലുള്ള കോളുകളാണ് വരുന്നത്. നമ്മൾ അവരെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹാഷ്മി. ശ്രീ ജോസഫ് ജോർജ്, ഇപ്പോൾ ഈ താങ്കൾക്കെതിരെ എന്തോ അഴിമതി ആരോപണം ഉണ്ട്, താങ്കൾക്കെതിരെ സസ്പെൻഷൻ ഉണ്ടായത് അഴിമതിയിലാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ നമ്പറായി കണ്ടത് താങ്കൾ എവിടെ പ്ലാസ്റ്റിക് കത്തിച്ചു എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസറുടെ പണിയാണോ പ്ലാസ്റ്റിക് കത്തിക്കൽ ജോസഫ് ജോർജ്? തീർച്ചയായും ഹാഷ്മി, അതിനകത്ത് എനിക്കുള്ള പറയാനുള്ള കാര്യം, ഇതേപോലെ ഒരു പൊളിറ്റീഷ്യന്റെ ഒരു ആഡംബര നീതിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു മടുത്തപ്പോൾ അവസാനം നമ്മളത് ഈ RR പ്രപ്പോസൽ തയ്യാറാക്കി താലൂക്ക് ഓഫീസിലേക്ക് കൊടുക്കുന്നു. ഈ RR പ്രപ്പോസൽ തയ്യാറാക്കി താലൂക്ക് ഓഫീസിലേക്ക് കൊടുക്കുന്നു. അതിനെ തുടർന്ന് എനിക്കെതിരെ വ്യാപകമായ പരാതികൾ മന്ത്രിതലത്തിൽ പോകുന്നു. വ്യാപകമായ തലത്തിൽ വളരെ മോശമായ രീതിയിലുള്ള പരാതികൾ. ഈ പരാതി അയച്ചേക്കുന്ന ആരാന്ന് യാതൊരു തെളിവില്ല. ഒരു പൊതുപ്രവർത്തകൻ, ഒരു പൊതുജന സേവകൻ, ഇത് മാത്രമേ ഉള്ളൂ പരാതിക്കകത്ത്. ആ പരാതിയുടെ ബേസിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അന്വേഷണ സമിതിയെ വിടുന്നു. ആ അന്വേഷണ സമിതി നടത്തുന്ന അന്വേഷണത്തിൽ യാതൊരു കാര്യങ്ങളും പരാതിക്കകത്ത് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നു. എന്റെ കമ്പ്യൂട്ടറിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പെൻഡിംഗ് ഇല്ല, ഒരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ വില്ലേജിൽ പെൻഡിംഗ് ഇല്ല, 30 പോക്കോര് അപേക്ഷകൾ പെൻഡിംഗ് ഉണ്ട്, CMDRF ഒന്നും പെൻഡിംഗ് ഇല്ല, CMO ഒന്നും പെൻഡിംഗ് ഇല്ല, ക്യാൻസർ പെൻഷൻ പെൻഡിംഗ് ഇല്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള അപേക്ഷകളും പെൻഡിംഗ് ഇല്ല.
താങ്കൾ രാവിലെ 7 മണിക്ക് ഓഫീസിൽ വരുന്നത് കാശ് വാങ്ങാനാണോ, കൈക്കൂലി വാങ്ങാനാണോ ജോസഫ് ജോർജ്? ഞാൻ 7 മണിക്കല്ല 8 മണിക്ക് എല്ലാ ദിവസവും ഓഫീസിൽ വരാറുണ്ട്. 8 മണി തൊട്ട് വൈകിട്ട് ഒരു 6 മണി 7 മണി വരെ ഞാൻ ജോലി ചെയ്യാറുണ്ട്. വരുന്നതിന്റെ കാരണം ഒന്ന്, ഈ LR തഹസിൽദാർ ഉത്തരവുകൾ വരുന്നത് വില്ലേജ് ഓഫീസിലേക്ക് വരുന്നത്, അത് വില്ലേജ് ഓഫീസിൽ എന്റെ കൂടെ സഹപ്രവർത്തകരുണ്ടായിരുന്നവർക്ക് ആർക്കും ചെയ്യാനുള്ള പ്രാപ്തി അറിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ അധികം സമയമെടുക്കും. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വരാറുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, KLC കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ എടുക്കണം. മാസത്തിൽ 4-5 കേസുകൾ കൊടുക്കണമെന്ന് താലൂക്കിൽ നമുക്ക് ഇന്റിമേഷൻ തരാറുണ്ട്. അത് പ്രകാരം ഇത് പുറമ്പോക്ക് കയ്യേറ്റം എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാഫുകളെ കൂട്ടി പോകണം. സ്റ്റാഫുകളൊക്കെ വരുന്നതെല്ലാം കൊല്ലത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് നോക്കിയാൽ അവർ വരുമ്പോൾ ഓഫീസ് സമയം പറഞ്ഞ് 10-10:30 ആവും ബസ് കയറിയൊക്കെ വരുന്ന ദൂരെ നിന്ന്. അപ്പൊ അവര് വന്നതിന് ശേഷം പിന്നെ ജനങ്ങളെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമായാലും മഴയുടെ ബുദ്ധിമുട്ടുണ്ടാവും, വെയിലിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ പാർട്ട് ടൈം സ്വീപ്പർ ജോസഫ് ജോർജ്, ഇപ്പോൾ നമ്മുടെ ഈ നേരത്തെ കളക്ടർ പറഞ്ഞ ഈ പരിശോധനയുടെ കൂട്ടത്തിൽ താങ്കൾ RDOയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു. എൻ്റെ ഒരു അന്വേഷണത്തിൽ ഈ ഏതോ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി സമയത്ത് ഭക്ഷണം തീർന്നതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചോദ്യവും പറച്ചിലുമാണ് ആ അപമര്യാദയെ പെരുമാറൽ. ശരിയാണോ തെറ്റാണോ ജോസഫ് ജോർജ്? അതോ ഈ അഴിമതി ആരോപണത്തിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ താങ്കൾ മോശമായി പെരുമാറിയതാണോ RDOയോട്? ഒരിക്കലും അഴിമതി ആരോപണമായിട്ട് ബന്ധപ്പെട്ടല്ലേ പ്ലാസ്റ്റിക് പേപ്പർ കത്തിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ RDO വന്നപ്പോൾ RDO എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെയാ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കത്തിച്ചത്? ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കത്തിക്കാറില്ല. ഞാൻ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കത്തിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വില്ലേജ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്യാനാണ് വന്നത്. ഞാനിത് ചെയ്യാറില്ല, എന്റെ സഹപ്രവർത്തകർ ചെയ്യാറില്ല. വേസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കത്തിക്കാൻ ചിലപ്പോൾ എടുക്കാറും ആ പോസ്റ്റിന്റെ ചുവട്ടിലിട്ട് കത്തിക്കാറുണ്ട്. അല്ലാതെ ഒരു തരത്തിലുള്ള RDOയോട് ഞാനൊരു അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട വ്യക്തിയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ബന്ധുവുമായി ബന്ധപ്പെട്ട പോക്കുവരവിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയാണോ ശ്രീ ജോസഫ് ജോർജ് താങ്കൾ ഇപ്പോഴും അനുഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് അനുഭവിക്കുന്നത്. അതിന്റെ പേരിലാണ് ഈ പരാതികൾ മുഴുവൻ പോയിട്ടുള്ളത്. എനിക്കെതിരെ ഇലക്ഷന്റെ സമയത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ RDO ഭക്ഷണം കിട്ടാതിരുന്ന സമയത്ത് രാവിലെ 5 മണിക്ക് വന്ന ഞങ്ങൾക്ക് രാത്രി 9:45 ജോലി കഴിഞ്ഞ റാൻഡമൈസേഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതിന്റെ റാൻഡമൈസേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 9:45 ഭക്ഷണമില്ല. സാറിനോട് ചെന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇല്ല, ഭക്ഷണം ഈ RDO ബഹുമാനപ്പെട്ട RDO പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്റെ നേരെ. പൊട്ടിത്തെറിച്ച് എന്റെ നേരെ അതൊക്കെ അങ്ങനെയൊക്കെയാ, കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും. ഈ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ. ഞങ്ങളെ മുഴുവൻ സ്റ്റാഫുകൾ നോക്കി നിൽക്കുകയാണ് ഈ സംഭാഷണം നടക്കുന്നത് സാറേ. ജോസഫ് ജോർജ്, താങ്കൾ പറയുന്നത് ശരിയാണെങ്കിലും താങ്കളുടെ സംസാരം കുറച്ചുകൂടി മിതത്വമുള്ള സംസാരമാക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ? ഒരു നയം, ഒരു ഡിപ്ലോമസി. ഞാൻ പറയുന്നത് എല്ലാവർക്കും നയമുള്ള മനുഷ്യന്മാരൊന്നുമല്ല, എങ്കിൽ കൂടിയും നമ്മൾ ഓരോരുത്തരും ഹാഷ്മി ഈ സാഹചര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ സംസാരിക്കും. ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ചില ഭാഗങ്ങൾ വരും, ആ സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കും. സൗമ്യമായിട്ട് സംസാരിക്കേണ്ട ഭാഗങ്ങൾ വരുമ്പോൾ അങ്ങനെ സംസാരിക്കും. നമ്മളെല്ലാം മനുഷ്യരല്ലേ. ആ മനുഷ്യന്റേതായ മാനസിക വികാരങ്ങളും വിചാരങ്ങളും വെച്ചിട്ടുള്ള സംസാര രീതികൾ മാത്രമേ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്തടത്ത് കയറി പാവപ്പെട്ട പൊതുജനങ്ങൾ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് തട്ടി കയറാനോ അങ്ങാടിക്കൽ പോയി അന്വേഷിച്ചാൽ അറിയാം ഹാഷ്മി, അവിടുത്തെ ജനങ്ങളൊക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. ഒരുപാട് പേരുണ്ട് ഇപ്പോഴും എന്നെ വിളിച്ച് കരഞ്ഞോണ്ട് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങാടിക്കലിൽ നിന്ന്.